ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. മോൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ആണ്. അപ്പം മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കേട്ടോ. അപ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് പോകാനുള്ളൂ. അപ്പോൾ മീറ്റിങ്ങിന് പോയി വരുമ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ച 2 വീടും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ സമയം കുറേ ആയി. 2 മണിക്കുള്ള മീറ്റിംഗ്, ഞാൻ പോണത് 2:45. അപ്പം അത് ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തോ സമ്മാനദാനമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ PTA മീറ്റിംഗ് തുടങ്ങുള്ളൂ. അപ്പോൾ നേരത്തെ പോയാൽ ചിലപ്പോൾ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ചെറിയ കുഞ്ഞ് ബേബി നിരൂപമുള്ളതല്ലേ, നിരൂപം ഉണ്ടാകുമ്പോൾ കരഞ്ഞാൽ പിന്നെ PTA മീറ്റിംഗ് നിൽക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് കുറച്ച് ലേറ്റായി ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സമ്മാനദാനം എല്ലാം കൊടുക്കൽ കഴിഞ്ഞിട്ട്, അതായത് മോൻ്റെ സ്കൂളിനാണ് സബ് ജില്ലയിൽ കലോത്സവത്തിനും സ്പോർട്സിനും 2nd കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളുമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിയാൻ പാകത്തിനാക്കി പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടിപ്പോൾ 2:45 2 മണിക്ക് തുടങ്ങുന്ന പരിപാടി ഞാൻ 2:45 പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, പോയിട്ട് വരാം. ബാക്കി പോയി വരുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാൻ. അങ്ങനെ സ്കൂളിലെത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. PTA മീറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് 2 മണിക്ക് തുടങ്ങിയിരുന്നത്. അതിന് ശേഷമാണ് അത്രേ സമ്മാനദാനവും പ്രസംഗവുമെല്ലാം. പകച്ചു പോയെൻ്റെ ബാല്യം. ഞാൻ എന്ത് ചെയ്യും ഇനി? ഇനി എന്തായാലും വന്നതല്ലേന്ന് കരുതി ഞാൻ ആ പ്രസംഗവും സമ്മാനദാനവും എല്ലാം കണ്ടങ്ങനെ കുറച്ച് നേരം അന്നം വിട്ട് പോയി അണ്ണാനെ സമാധാനം ഇടയ്ക്ക് മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട്, ആരും പോകരുത്, ചായ ഉണ്ട്, ചായ കുടിച്ചതിന് ശേഷമേ പോകാവൂ എന്ന്. അത് കേട്ടപ്പോൾ ഒരു ചായയെങ്കിലും കിട്ടുമല്ലോ എന്ന് സമാധാനം എല്ലാം കൊടുക്കുന്നതെല്ലാം നോക്കി ഫസ്റ്റും സെക്കൻഡും ആവുന്ന കുട്ടികളെ അഭിനന്ദിച്ചും കൈയടിച്ചും പോയി അണ്ണാനെ അവസാനമല്ല MLA ആണ് കേട്ടോ വന്നിട്ടുള്ളത്. MLA ആണ് സ്കൂളിന്, മോൻ്റെ സ്കൂളിന് പാസ്സാക്കിയിട്ടുണ്ട്. നമ്മളെ MLA പഠിച്ച സ്കൂളും കൂടെയാണ്, മോൻ പഠിക്കുന്ന സ്കൂള്. MLAൻ്റെ കാലം മുതലേ പണ്ട് മുതൽക്കേ ഉള്ളൊരു സ്കൂളായിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഭയങ്കര എടുത്ത ടീച്ചറായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ ഈ ഒരു സ്കൂളിനെ കുറിച്ച് ഒരുപാട് അഭിമാനം തോന്നുകയാണ്. അങ്ങനെ ഏകദേശം ചായയെല്ലാം കിട്ടി. ഞാൻ അവിടെ നിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. മോൻ്റെ സ്കൂളിൻ്റെ നേരെ മുമ്പ് തന്നെ കേട്ടോ മോൻ്റെ മദ്രസ. ഇതാണ് മദ്രസ. 2 പേരും നെച്ചൂസും നിഷുമോളും ഓടുന്നുണ്ട് കേട്ടോ. എനിക്ക് പേടിയായി, ഇത് കുത്തനെ ഇറക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കുറേ വിളിച്ചു, അവർ നിൽക്കുന്നില്ല. ഇത് നമ്മളെ മുമ്പ് താമസിച്ച വീടിൻ്റെ അടുത്തുള്ള അയൽവാസിയുടെ വീടാണ്. നമ്മൾ ഈ വീടിൻ്റെ പുറകിലാണ് മുമ്പ് താമസിച്ചത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി മുന്നോട്ട് വീണ്ടും നടന്നു. അവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിനും മുമ്പ് താമസിച്ച ഒരു വീടും കൂടി ഉണ്ട് അവിടെ കേട്ടോ. ഇത് നമ്മൾ അവിടുത്തെ അയൽവാസിയാണ്. ഇതാണ് നമ്മൾ മുമ്പ് താമസിച്ച വീട്. ആ 2ാമത്തെ ഷെയറില്ലേ, അതാണ് നമ്മൾ താമസിച്ച വീട്. അങ്ങനെ നെച്ചുട്ടൻ നിഷുമോളെ നിലുബേബിനെ എടുത്ത് നടന്നു, ഞാനും നടന്നു മുന്നേറി. ഇത് വരുന്ന വഴിക്കൊക്കെ നല്ല മനോഹരമായ സ്ഥലങ്ങളും തൊടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ് മൊത്തം. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇതൊരു തൊടിയാണ് കേട്ടോ. പല കൃഷികളും ഇതിലുണ്ട്. അപ്പോൾ ഈ തൊടിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ അപ്പോൾ നമ്മൾ പോയൊക്കെ വന്നു. അപ്പോൾ ഇപ്പം സമയം 4:30 ആ സമയമായിട്ടുണ്ട്. ഇരുന്ന് ക്ഷീണിച്ചു. പിന്നെ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ വരാൻ നേരത്തെ ചായയും ബിസ്ക്കറ്റും കിട്ടി. ആ കിട്ടിയപ്പോൾ സമാധാനമായി. വെള്ളത്തിനൊക്കെ ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ചായ കുടിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇനി ചായ കുടിക്കേണ്ട ആവശ്യമില്ല, ഓസിക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടിയിരിക്കണം. അപ്പം നമ്മളത് തട്ടിയിരിക്കണ്, ഇങ്ങോട്ട് പോന്നിക്കണ്. മക്കളൊക്കെ ഉണ്ട് ഇവിടെ.
ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. ആകെ ഈ പാത്തു കണ്ടില്ലേ പൗഡറാണിത് മൊത്തം, വേറൊന്നുമല്ല കേട്ടോ. ആകെ മെയിലൊക്കെ ഒരു പൗഡർ ടിന്ന് 1 മാസത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഉണ്ടോ? ഫുള്ള് പൗഡർ. മുഖത്തൊക്കെ നോക്കിയാൽ ഫുള്ള് പൗഡറാണ്. പോയി കളിച്ചോളി. പുറത്തല്ല, ഇവിടെ അകത്ത്. ഇവരെ കളിച്ചാൻ വിട്ടാൽ എന്താണെന്ന് അറിയാം, ഇവിടെ മെയിൻ റോഡാണ് മുന്നിലേ, വലിയ വലിയ വാഹനങ്ങൾ പോണത്. അവൻ്റെ എപ്പച്ച് പറയാം ഒരു അന്തല്ലാണ്ട് ഓട്ടുക, സൈക്കിളും കൊണ്ടാ പോകുക. സൈക്കിൾ എടുക്കാണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേക്ക് തന്നെയല്ല കേട്ടോ. പന്തളി കളിച്ചിട്ട് മിഞ്ഞാന്ന് പന്തളി കളിക്കാൻ പോയത്, കാൽമ പന്ത് അടിച്ചിട്ട് ആകെ കാലെല്ലാം കൂടെ വീങ്ങിയിട്ട് രാത്രി ഇനി ഉറക്കിച്ചിട്ടില്ല. അതിന്റെ പിറ്റേ ദിവസം ഛർദി, ഫുള്ള് ഛർദിച്ചാണ്ട് കിടന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ ഇന്നെ ഉറക്കിക്കൂല്ല. ഉണർത്തി അങ്ങനെ ഇരിക്കും. ചോർന്നല്ലേ പറഞ്ഞിട്ട് പന്തടിച്ചിട്ടല്ല ഞാൻ വീണതാണ്. എന്നിട്ട് മുട്ടുംകാലിലൊത്തി കാറ്റേ ഞാൻ നടന്നുമ്പോ മുട്ടാലും കുത്തി കാറ്റേ വീണക്കാണ്. കല്ലുമ്പോ ഈ സൈഡ് കുത്തിയതാണ്. അതാ ഞാൻ പന്തടിച്ചിട്ട് കല്ലുമ്മ സൈഡ് കുത്തിയത്. എന്നിട്ട് ചോദിച്ചിട്ട് പറ്റി ഞാനും കുറേ ചോദിച്ചു ഇതെന്താ പറ്റിയത് ഓനക്ക് അറിയില്ലാന്ന്, എന്താ പറ്റിയതെന്ന് ഓനക്ക് അറിയില്ലാന്ന്. ഇപ്പം കണ്ടില്ലേ വേദനയൊക്കെ മാറിയപ്പോൾ കാര്യം വരുന്നുണ്ടില്ലേ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഓനക്ക് കളിക്കാൻ പോകണം, ഓൻ്റെ വയ്യാലെ ഓക്കും പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ബൈ ബൈ.